ഡോക്ടർ ഗോപൻ, ഇപ്പോൾ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തിയ വിമർശനങ്ങൾ അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പോൾ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വർണം വിറ്റത്, എങ്ങനെയാണ് അതിൻ്റെ ഭാഗം കയ്യിൽ വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് ഇനി കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചനകളാണ്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ അന്വേഷണം ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ നിന്നു പോയതിനെ കുറിച്ചാണ് കോടതി ഇന്നലെ ആശങ്ക പ്രകടിപ്പിച്ചത്. ശ്രീ ഗോപൻ, കേൾക്കാമോ? ശ്രീമതി സ്മൃതി, കേൾക്കാം. പറഞ്ഞോളൂ. അന്വേഷണം നിന്നുപോയി എന്നുള്ള കോടതിയുടെ ആശങ്ക യഥാർത്ഥത്തിൽ സ്ഥാനത്താണോ അസ്ഥാനത്താണോ എന്നുള്ളത് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ട് കോടതിയാണ് ഇതിൽ ഇടപെട്ടത്. ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. പക്ഷേ ശബരിമല കേസ് പരിഗണിക്കുന്നത് മറ്റ് ബെഞ്ചാണ്. അപ്പോൾ അത്തരം ഒരു ബെഞ്ചിൻ്റെ ഒരു കമൻ്റ് അല്ല ഇന്നലെ വന്നത്. ഈ കേസിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ SITയുടെ മേൽനോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബെഞ്ചുണ്ട് ഹൈക്കോടതിയിൽ. ബഹുമാന്യ വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു നിരീക്ഷണമല്ല വന്നത്. ആദ്യം നമ്മളൊക്കെ കരുതിയത് അങ്ങനെ ഒരു നിരീക്ഷണമായിരുന്നു വന്നതെന്നാണ്. പിന്നീടാണത് മനസ്സിലായത് അങ്ങനെ ഒരു നിരീക്ഷണമല്ല വന്നതെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസ് ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സംശയം ജനങ്ങളിൽ ഉളവാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ PK ഗോപൻ, ഈ ഡിസംബർ 5-ന് ശേഷം, അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നെ അറസ്റ്റൊന്നും കുറേ ദിവസത്തേക്ക് നടന്നിട്ടില്ലല്ലോ. ആ സമയം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലയളവുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംശയിക്കാം. ഈ കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഏത് കോടതി പറയുന്നു എന്നതിലപ്പുറം ആ പറഞ്ഞ കാര്യങ്ങളിൽ അതിലെന്തെങ്കിലും വിശദീകരണം നൽകാമോ? അത് കേവല സംശയം മാത്രമാണ്. കാരണം ഇന്നലത്തെ അറസ്റ്റ് വളരെ നിർണായകമായ അറസ്റ്റാണ്. ആ അറസ്റ്റിൽ പെട്ട രണ്ടുപേരും അതിന് പൊളിറ്റിക്കലായ മാനമുണ്ട്. അതുപോലെ തന്നെ അതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അറസ്റ്റുമായിട്ട് അത് മാറിയിട്ടുണ്ട്. കാരണം ഈ സ്വർണം എടുത്തുകൊണ്ടുപോയി ആരാണോ സ്വർണം കൈപ്പറ്റിയത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ തലത്തിലേക്ക് അത് വികസിച്ച് വന്നപ്പോഴാണ് ഗോവർദ്ധനിലും ഭണ്ഡാരിയിലും അറസ്റ്റ് എത്തുന്നത്. അപ്പോൾ ഗോവർദ്ധനൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഈ സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത സ്വർണമാണെന്ന് കൃത്യമായി തെളിയിച്ചില്ലെങ്കിൽ ദൃശ്യം 2 സിനിമയിലേതുപോലെ ആയിപ്പോവും. കാരണം അവസാനം ഈ അസ്ഥികൂടം മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഫോറൻസിക് പരിശോധനയിലൂടെ യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണമാണ് ഗോവർദ്ധനൻ്റെ പക്കൽ നിന്ന് കണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് പിടിച്ചെടുത്തത് എന്നത് വന്നില്ല എങ്കിൽ അത് കോടതിയിൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് പോലീസ് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ SIT ഒരു സ്റ്റെപ്പ് പിറകോട്ട് വയ്ക്കുന്നത് 2 ചുവട് മുന്നോട്ട് വയ്ക്കാനാണ്. ഈ ഒരു സംവിധാനത്തിലാണ് SITയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത് ഒരു ലാഗ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവിടെ വരുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പങ്കജ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട് പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനാണല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ സ്വർണം അലിയിപ്പിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല എന്ന് പറയുന്നു. ആ മൊഴി കളവാണെന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ, അതായത് പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആ കാര്യങ്ങളാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്? ഇതിനിടയ്ക്ക് പങ്കജ് ഭണ്ഡാരിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും? അല്ല, അറസ്റ്റ് നമ്മൾ പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക എന്നൊന്നും മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സൂചിപ്പിക്കുന്നത് പോലെയോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അങ്ങനെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമോ? നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടാണോ അറസ്റ്റ് ചെയ്യുന്നത്? ഇന്ന ആളുകളെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? തെളിവില്ലാതെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് എന്താ കാര്യം? അവർ കോടതിയിൽ നിന്ന് സുഖകരമായിട്ട് ഇറങ്ങിപ്പോവുകയും അത് പിന്നീട് SITക്കും ഗവൺമെന്റിനും ആക്ഷേപമായിട്ട് മാറുകയും ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ കോടതിക്ക് തന്നെ, ഇതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിലാണല്ലോ അറസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായും നിയന്ത്രണത്തിലാണല്ലോ ഈ SIT പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലല്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചാൽ അത് ഗവൺമെന്റിന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ്? അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോടതിക്ക് മുമ്പിലാണ്. കോടതിയിലാണ് ദൈനംദിന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കോടതിയാണ് അവരെ നിർദ്ദേശിക്കുന്നത്, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയാണ്. അപ്പോൾ ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനല്ല. ഇനി ലാഗ് ചെയ്തു എന്നുള്ളത് സത്യമല്ല.
കാരണം SIT വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നല്ല വിശ്വാസമുള്ള ടീമിനെ മാത്രമേ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഗവൺമെൻറ്റോടും അല്ല, അവർക്ക് കമ്മിറ്റ്മെൻറ്റ് കോടതിയോടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അന്വേഷണം സാധാരണ കേരളത്തിൽ നടന്നു വന്നിട്ടുള്ള മറ്റെല്ലാ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കോടതി നേരിട്ട്, കാരണം ശബരിമലയെ ബന്ധപ്പെട്ട് ഹൈക്കോടതിക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം. ശരി, അത് ആവർത്തിച്ച് CPM പറയുന്ന ഒരു വാദമാണ്. ഞങ്ങൾക്കൊന്നും ഒരു ടെലിഫോൺ കോൾ പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ അന്വേഷണ ഏജൻസി വേറൊരു തലത്തിൽ നിൽക്കുകയാണ്, അവരെ ഒരു തരത്തിലും ബന്ധപ്പെടില്ല സർക്കാർ എന്നൊക്കെ, അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ എന്നുള്ള സംശയം അവിടെ നിൽക്കുകയാണ്. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. അനൂപ്, അനൂപ്, ഇപ്പോൾ ഈ അന്വേഷണം സ്മൃതി വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട വസ്തുത അതാണ്. ശരി, വസ്തുത അതായത് അങ്ങിപ്പോൾ പറയുന്ന അറസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അറസ്റ്റ് പറ്റില്ല, കോടതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോടതി വിമർശിക്കണം, അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ശ്രീ VR അനൂപ്, ഇപ്പോൾ അതല്ല ആ ബെഞ്ചല്ലല്ലോ ഈ ബെഞ്ചാണല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ബെഞ്ചാണല്ലോ, വിമർശനമാണല്ലോ. അതല്ല, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശ്രീമതി സ്മൃതി പറഞ്ഞതെന്താ, വാദിച്ചതെന്താ? ഇത് നിങ്ങൾക്ക് എന്താ കാര്യം? സംസ്ഥാന ഗവൺമെന്റ് എന്താ കാര്യം? നിങ്ങൾക്കൊരു കാര്യമില്ല, ഇത് കോടതി നേരിട്ട് നടത്തുന്നതാണെന്ന് പറഞ്ഞു. ഇനി അറസ്റ്റ് വൈകിയാൽ പിന്നെ ഞങ്ങൾക്കാണ് ഉത്തരവാദിത്വം. ഇത് രണ്ടും കൂടെ കോടതി പറഞ്ഞ നിങ്ങൾ എടുക്കുന്ന ഇരട്ടത്താപ്പാണ് വിഴുങ്ങാതിരിക്കുന്നത്. ഞങ്ങൾ ഇരട്ടത്താപ്പൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന കാര്യങ്ങൾ കേരളത്തിലെ ആളുകൾക്ക് ദഹിക്കാതിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ഇരട്ടത്താപ്പാണ്. ദഹനക്കേടിന്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. ദഹനക്കേടിന്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. ഞാൻ വരാം. ശ്രീ VR അനൂപ്, പത്മകുമാറിനെ തെരഞ്ഞെടുപ്പ് ഫലം പല രീതിയും, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് BJP-യുടെ മെച്ചം കൊണ്ടുണ്ടായതാണോ? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഗുണദോഷം മാത്രമായിട്ട് വിലയിരുത്താൻ പറ്റില്ല. ഞാൻ അങ്ങേക്ക് വരാം. Debate with Smriti Parathikkad.